സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രമേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. 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 പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ.
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തുവീക ദൈവമേ, സകലനാമം പാടുന്നു. ദൈവം പരിശുദ്ധൻ, ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തുവീക ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളി. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രേഷ്ഠരെന്നെണ്ണുവാനുള്ള ആത്മാവ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ വിശ്വാസികളായ ദൈവമക്കളിൽ വെളിപ്പെട്ട് കാണേണ്ടതായ ഒരു സ്വഭാവം ഇതായിരിക്കണമെന്നൊരു മുന്നറിയിപ്പായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് ഓർപ്പിക്കുന്നത്. അപ്പോൾ തന്നെ വിശ്വാസികൾ സ്വയം എണ്ണേണ്ടതായ ഒരു കാര്യം കൂടിയാണ് മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം എന്നുള്ളത്. കൂട്ടുവിശ്വാസികളെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണാൻ കഴിയാത്തവർക്ക് യഥാർത്ഥ വിശ്വാസികളായിരിക്കുവാൻ കഴിയുന്നതുമല്ല. യഥാർത്ഥ വിശ്വാസികളല്ലാത്തവർ ശാഠ്യക്കാരും ദുരഭിമാനികളുമായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒരു വിശ്വാസിയുടെ ആത്മീയ സ്വഭാവ ഗുണങ്ങൾ ഇപ്രകാരമൊക്കെയുള്ളതായിരിക്കണം എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഇപ്രകാരം പറയുന്നത്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളി. ലോകമക്കളുടെ ചിന്തയും ദൈവമക്കളുടെ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം പ്രിയരെ വളരെ വളരെ വലിയതാണ്. ഞാൻ ഒന്നാമത്, മറ്റുള്ളവർ രണ്ടാമത്. ഇതാണ് ലോകമനുഷ്യരുടെ നിലപാട്. എന്നാൽ ദൈവമക്കൾ പറയുന്നത് മറ്റുള്ളവർ ഒന്നാമത്, ഞാൻ പിന്നീട് എന്നുള്ളതാണ്. ഒന്നാമനാകാനുള്ള ആഗ്രഹം മത്സര മനോഭാവത്തിൽ എത്തിക്കുന്നതാണ്. നാം മറ്റുള്ളവർ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് അംഗീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നാം ശ്രേഷ്ഠന്മാരായിട്ടാണ് കാണപ്പെടുന്നത്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നാം മുന്നേറുന്നവരായിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ നൽകി തന്നിരിക്കുന്നത്. റോമർ 12:10 ഇങ്ങനെ വായിക്കുന്നു: സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. പ്രിയരെ, ആത്മാവിൽ മാത്രമേ നമുക്കിത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ജഡത്തിൽ ഒരിക്കലും കഴിയാത്ത കാര്യമാണ് മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ. ജഡത്തിന്റെ പ്രവൃത്തികളെ നാം നമ്മിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത ഒരാവശ്യമാണ്. ജഡത്തിന്റെ പ്രവൃത്തികളിൽ ഒന്നാണ് ശാഠ്യം എന്നുള്ളത്. ശാഠ്യം മത്സര മനോഭാവത്തെ കുറിക്കുന്നതാണ്.
ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയുമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ദുരഭിമാനം എന്നത് ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഭാവം ആണ് ദുരഭിമാനം എന്നത്. ധനമില്ലെങ്കിലും ഉണ്ടെന്നുള്ള ഭാവം, കഴിവില്ലെങ്കിലും ഉണ്ടെന്നുള്ള ഭാവം, അഭിഷേകമില്ലെങ്കിലും ഉണ്ടെന്നുള്ള ഭാവം, ഇതൊക്കെ ദുരഭിമാനമാണ്. ഒരുവനില്ലാത്തത് ഉണ്ടെന്നുള്ള ഭാവത്തിൽ മറ്റുള്ളവനെ ബഹുമാനിക്കുവാനോ അംഗീകരിക്കുവാനോ കഴിയാത്തത് ദുരഭിമാനത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. ഇത് ചിലപ്പോൾ തർക്കത്തിലേക്കും വഴക്കിലേക്കും ഒക്കെ എത്തിച്ചേരുകയും ചെയ്യും. വചനം മുന്നറിയിപ്പ് നൽകുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മ ധരിച്ചുകൊണ്ട് മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുവാനാണ്. താഴ്മ ധരിക്കലാണ് എല്ലാറ്റിനും പരിഹാരം. ശാഠ്യത്തിനും ദുരഭിമാനത്തിനും ദുരാഗ്രഹങ്ങൾക്കും സ്വയം പുകഴ്ചയ്ക്കുമെല്ലാം മറുമരുന്ന് താഴ്മയാണ്. ദൈവത്തോടും മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തിലും താഴ്മ ആവശ്യമാണ്. താഴ്മയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും കഴിയും. ദൈവത്തിന്റെ സ്നേഹിതൻ, ജനത്തിന്റെ ഇടയിലെ പ്രഭു, മഹാധനികൻ, വിശ്വാസികളുടെ പിതാവ് എന്നിങ്ങനെയൊക്കെ പദവികളുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. താൻ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ വഴിയാത്രക്കാരായ ചില പുരുഷന്മാരെയാണ് കണ്ടത്. തന്റെ കൂടാരത്തിന്റെ മുൻപിൽ കൂടി വഴി നടന്നു പോകുന്ന ആ കാൽനടയാത്രികരായ പുരുഷന്മാരെ കണ്ടപ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ തന്റെ ബഹുമാനം അറിയിച്ചു. ഓടിപ്പോയി വെള്ളമെടുത്തുകൊണ്ടുവന്ന് അവരുടെ കാലുകളെ കഴുകി അവർക്ക് ശ്രേഷ്ഠകരമായ ഭോജനം വാഗ്ദാനം ചെയ്തു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ, എന്റെ സൽക്കാരം സ്വീകരിച്ചു മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ച് തൻ്റെ കൂടാരത്തിന് മുൻപിൽ ഇരുത്തി. അവർക്ക് ശ്രേഷ്ഠകരമായ ഭോജനം ഒരുക്കി കൊടുത്തു. നോക്കൂ പ്രിയരെ, ആളറിയാതെയാണ് ചെയ്തതെങ്കിലും താൻ സൽക്കരിച്ചത് ദൂതന്മാരെയാണ് എന്ന് പിന്നീടാണ് അബ്രഹാം തിരിച്ചറിഞ്ഞത്. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് അബ്രഹാം എണ്ണിയതിനാൽ പിന്നത്തേതിൽ ദൈവം തന്നെ ജാതികളുടെ നടുവിൽ ശ്രേഷ്ഠനായി തന്നെ ഉയർത്തി. നാം ആത്മാർത്ഥമായി ചെയ്യുന്നതെല്ലാം പ്രിയരെ ദൈവത്തിന് ചെയ്യുന്നതാണ്. കുടുംബങ്ങളെ, നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെയുള്ളത്? ശാഠ്യവും ദുരഭിമാനവും നമ്മെ അന്ധരാക്കി തീർത്തിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകി തരുന്നു. ഒരു നിലയിലുള്ള ശാഠ്യവും ദുരഭിമാനവും നമ്മെ അന്ധത പിടിപ്പിക്കുവാൻ ഇടയാകരുത്. മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരെ നിന്നുവാൻ ഇടയാകണം. ആദ്യം ദൈവം, പിന്നെ മറ്റുള്ളവർ, പിന്നെ നാം എന്ന ക്രമമായിരിക്കണം നമ്മുടേത്. ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും നമുക്ക് താഴ്മ ധരിക്കാം. കർത്താവ് നമ്മെ ശ്രേഷ്ഠരായി കാണുവാൻ നമ്മുടെ പ്രവൃത്തി കൊണ്ടും മനോഭാവം കൊണ്ടും നമുക്കിടയാക്കി തീർക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അങ്ങയ്ക്ക് മഹത്വം അർപ്പിക്കുകയും ചെയ്യും. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൽ ആശ്രയിച്ച് അങ്ങേ ആരാധിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ദൈവമക്കൾ, കർത്താവ് ഇപ്രകാരം ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ താഴ്മ ധരിച്ച് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണി ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ശ്രേഷ്ഠരാക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ഇന്ന് പകലിൽ സൗഖ്യവും വിടുതലും അർഹതപ്പെട്ടവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം വിടുവിക്കപ്പെടണം. മഹത്വം അങ്ങേക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കുടപ്പിറപ്പുകളെ, ഈ വചനത്താൽ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ.
ദൈവമേ